പലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിന് പിന്നിൽ പലസ്തീനാണെന്ന് തുറന്നു സമ്മതിച്ച് മുസ്ലിം ലീഗ് നേതാവ്. ലോകം മുഴുവൻ കൈവശപ്പെടുത്തി ആളുകളെ തമ്മിലടിപ്പിക്കുകയാണ് പലസ്തീന്റെ ലക്ഷ്യമെന്നും മുൻ MLA അഡ്വക്കേറ്റ് KN ഖാദർ പാലുളി അബ്ദുറഹ്മാൻ രചിച്ച പലസ്തീൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലായിരുന്നു പരാമർശം. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, പറയൂ, എന്താണ് വിവരങ്ങൾ? കൃത്യമായി തന്നെ, അതായത് ഏറ്റവും അധികം കേരളത്തിൽ തന്നെ ഏറ്റവും അധികം പാലസ്തീനിന്റെ മറവിൽ ഹമാസ് എന്ന തീവ്രവാദികളെ അനുകൂലിച്ചുകൊണ്ട് റാലികളും പ്രകടനങ്ങളും ഒക്കെ നടന്നത് കോഴിക്കോടാണ്. പക്ഷേ അത്തരത്തിലൊരു റാലിയിൽ പോലും ആരും തന്നെ ഈ ഹമാസ് തീവ്രവാദികളെ തള്ളിപ്പറയുന്നൊരു നിലപാട് ഒരു ഘട്ടത്തിൽ പോലും സ്വീകരിച്ചില്ല എന്നതാണ് വാസ്തവം. അങ്ങനെയുള്ള സമയത്താണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് തന്നെ പരസ്യമായ ഒരു വേദിയിൽ കൃത്യമായി തന്നെ പാലസ്തീന്റെ ലക്ഷ്യം അത് ലോകത്ത് മുഴുവൻ ഇത്തരത്തിലുള്ള സംഘർഷം ഉണ്ടാക്കുകയാണ്, ഇസ്രായേലിന്റെ ഭാഗത്തല്ല ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായത്, അല്ലെങ്കിൽ യുദ്ധം ഉണ്ടായതിന്റെ ഭാഗത്ത് ഇസ്രായേലിന്റെ ഭാഗത്ത് യാതൊരുവിധ തെറ്റുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിം ലീഗ് നേതാവ് തന്നെ KN ഖാദർ മുൻ MLA ആയിരുന്നു, അദ്ദേഹമാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. മറ്റ് മുസ്ലിം നേതാക്കൾ ഒന്നും തന്നെ, ലീഗിലെ നേതാക്കൾ ഉണ്ടായിരുന്നു, ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, SDP അടക്കമുള്ളവരൊക്കെ ഈ പാലസ്തീൻ അനുകൂല റാലികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ റാലികളിലൊന്നും തന്നെ ഈ ഇസ്രായേലിന് അല്ലെങ്കിൽ പാലസ്തീനിലെ ഹമാസിനെ തള്ളിപ്പറയുന്ന ഒരു നിലപാട് ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള KN ഖാദർ തന്നെ കൃത്യമായി ദേശീയതയൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരാൾ കൂടിയാണ് ഈ KN ഖാദർ. അദ്ദേഹമാണ് ഒരു പുസ്തക പ്രകാശന ചടങ്ങിനിടെ ഈ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം അത് തുടങ്ങിയിരിക്കുന്നത് പാലസ്തീന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. നമുക്കറിയാം, കൃത്യമായി തന്നെ ഇസ്രായേൽ എന്നൊരു രാജ്യത്ത് പാലസ്തീനിലെ ഹമാസ് തീവ്രവാദികൾ നുഴഞ്ഞു കയറുകയും കൃത്യമായി 900-ലധികം ആളുകളെ അവിടെ നിന്ന് കൊല്ലുകയും അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ത്രീകളെയും കുട്ടികളെയും അവർ നിഷ്കരുണം കൊന്നുതള്ളി. മാത്രമല്ല, സ്ത്രീകളുടെ മൃതദേഹത്തോട് പോലും അനാദരവ് കാണിക്കുന്ന ഒരു നിലപാടായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത്. ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ അപ്പോൾ പോലും ഈ ഹമാസിനെ തള്ളിപ്പറയാൻ ഒരാൾ പോലും കേരളത്തിൽ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് KN ഖാദർ കൃത്യമായി തന്റെ നിലപാട് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഈ നിലപാട് അത് കൃത്യമായി മറ്റ് ആളുകൾ കൂടി അല്ലെങ്കിൽ സമൂഹം കൂടി ചർച്ച ചെയ്യേണ്ട ഒന്നുകൂടിയാണ്. കാരണം ഇങ്ങനെ ഒരു കൃത്യമായി ഈ വിഷയത്തിൽ, ഈ പാലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ കൃത്യമായി ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇസ്രായേലിലേക്ക്, ഒരു രാജ്യത്തേക്ക് മറ്റൊരു പാലസ്തീൻ അതിക്രമം നടത്തുന്നു, അതിനുള്ള തിരിച്ചടി മാത്രമാണ് ഇസ്രായേൽ നൽകിയത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഈ മുസ്ലിം ലീഗിനകത്ത് തന്നെ ഇത് വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് എന്നുള്ളതാണ്. കൃത്യമായി ലീഗിൽ കൃത്യമായ നിലപാടെടുക്കുന്ന ഒരാൾ കൂടിയാണ് KN ഖാദർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് നടത്തിയിരിക്കുന്ന ഈ പരാമർശം അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ടത് കൂടിയാണ്. ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.